ഇന്ത്യയിൽ നിന്ന് പശുവിറച്ചി കയറ്റുമതി ചെയ്യുന്നില്ല. പശുവിറച്ചി അല്ലെങ്കിൽ പശു, കാള അല്ലെ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇറച്ചിയും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് ഒരിക്കലും BJP സർക്കാർ വന്നതിന് ശേഷവുമല്ല. 1960-കൾ മുതൽക്ക് തന്നെ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അങ്ങനെയാണ്. അതായത് സ്വാഭാവികമായിട്ടും അന്ന് കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കുന്നത്, ഇപ്പോൾ ഞാൻ പറയാം, അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ രാജ്യത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട്, മീറ്റ് എക്സ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും പറയുന്നതുമായ അല്ലെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, APEDA എന്ന് പറയും. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ട് അതിൽ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി നോക്കണം. നോക്കുന്ന സമയത്ത് അതിൽ റെഡ് മീറ്റ് മാനുവൽ, അതായത് റെഡ് മീറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരു മാംസം കയറ്റുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള സംഗതിയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു പട്ടികയുണ്ട്. ഫോറിൻ ട്രേഡ് പോളിസി ഫോർ എക്സ്പോർട്ട് ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. അതിൽ പശുവില്ല. ഈ ബീഫ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇവിടെ ബീഫ് എന്ന് പറയുമ്പോൾ കൂടുതലും പോത്തിറച്ചിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി അനുസരിച്ച് ബീഫ് എന്ന് പറയുന്നത് പശു, കാള, കുട്ടികൾ, അതിൻ്റെ മാംസവും മറ്റ് അതുമായി ബന്ധപ്പെട്ട ഇതുമാണ്. ബഫല്ലോ മീറ്റ് എന്നാണ് എരുമയിറച്ചിക്ക് പറയുന്നത്. അതായത് ബീഫ് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നില്ല. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെ ചിലപ്പോൾ ആളുകൾ അത് കബളിപ്പിച്ച് അയക്കുന്നില്ല, സാധ്യതയുണ്ടാവും. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിയമപ്രകാരം ചെയ്യാൻ കഴിയില്ല. ഇനി അങ്ങനെ അയക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിൻ്റെ വാർത്തകളും ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബീഫ് ഓഫ് കൗ, ഓക്സൺ ആൻഡ് കാഫ് എക്സ്പോർട്ട് പോളിസി പ്രോഹിബിറ്റഡ്. ഇത് കൃത്യമായ ഡേറ്റയാണ്. അപ്പോൾ നോട്ട് പെർമിറ്റഡ് ടു ബി എക്സ്പോർട്ടഡ്, അതായത് പശുവിറച്ചി, പശുമാംസം, കാള ഇതുമായി ബന്ധപ്പെട്ട ഒരു മാംസവും ലീഗലി ഇന്ത്യ കയറ്റി അയക്കുന്നില്ല. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതായത് അത് പൂർണ്ണമായും നിരോധനമാണ്.